ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നമ്മുടെ 3 തൊഴിലാളികൾ തീപിടുത്തത്തിൽ മരിച്ചു. 15ഓളം പേര് പൊള്ളലേറ്റ് ആശുപത്രിയിലാ. ഈ സാഹചര്യത്തിൽ ഇങ്ങനൊരു ആഘോഷം നമ്മുടെ വീട്ടിൽ നടത്തുന്നത് ശരിയാണോ? സ്നേഹയ്ക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ പ്രഗ്നൻസി അബോട്ടായിപ്പോയി. അച്ഛാ, നമ്മുടെ പ്ലൈവുഡ് ഫാക്ടറിക്ക് തീ പിടിച്ചു. പൊള്ളലേറ്റ 2 പേര് മരിച്ചുപോയി. ഈ ദുരാത്മാവ് ആ കുട്ടിയുടെ വയറ്റിൽ ജന്മമെടുത്തത് മുതലാണ് ഈ കുഴപ്പങ്ങളെല്ലാം ഉണ്ടായത്. അച്ഛന്റെ പേടി ഇതുവരെ മാറിയില്ലേ? ഇതുവരെ ഇങ്ങനൊരു അപകടം നമ്മുടെ കമ്പനിയിൽ ഉണ്ടായിട്ടില്ല. മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും വീട്ടിലെ കാര്യങ്ങൾ ഓർക്കുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ കമ്പനിയിലെ തൊഴിലാളികൾ നമ്മുടെ കുടുംബത്തിന്റെ ഭാഗമാണ്. അവർക്ക് വേണ്ടുന്ന എന്തായാലും അതെല്ലാം ചെയ്തു കൊടുക്കണം. അത് ഞാൻ അച്ഛനോട് പറയാനിരിക്കായിരുന്നു. അച്ഛാ, ഞാനൊരു കാര്യം പറയട്ടെ. ഈ കുടുംബത്തിന് വേണ്ടിയാ ഞാൻ പറയുന്നതെന്ന് അച്ഛൻ കരുതിയാൽ മതി. മോള് പറഞ്ഞോ, അച്ഛൻ കേൾക്കാം. ജോത്സ്യം പറഞ്ഞതൊക്കെ നമുക്ക് പോട്ടേന്ന് വെക്കാം. പക്ഷേ അനുഭവിച്ച ദുരന്തങ്ങളൊന്നും നമുക്ക് മറക്കാൻ പറ്റില്ലല്ലോ. അച്ഛാ, മംഗളകരമായ ചടങ്ങുകളൊന്നും ആ കുഞ്ഞിനു വേണ്ടി ചിന്തിക്കാൻ പറ്റില്ല. എല്ലാം ആപത്തിലേക്ക് കലാശിക്കൂ. ഞാൻ വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലാ മോളെ. പേരക്കുട്ടിയെക്കുറിച്ചുള്ള അച്ഛന്റെ വിഷമം എനിക്ക് മനസ്സിലാവും. സ്വന്തം കുഞ്ഞെന്നുള്ള അർച്ചനയുടെ സെന്റിമെന്റ്സും എനിക്കറിയാം. പക്ഷേ എത്രയും പെട്ടെന്ന് ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ ഈ കുടുംബം മുടിയും. അത് കാണണോ അച്ഛാ? ഞാനിപ്പോ എന്ത് ചെയ്യണമെന്നാ മോള് പറയുന്നത്? ഞാൻ ഒന്നും പറയുന്നില്ല. പക്ഷേ എന്റെ നന്ദേട്ടൻ അങ്ങോട്ടോ ഇങ്ങോട്ടൊന്നും പറയാൻ പറ്റാതെ കിടക്കുക. എന്റെ സങ്കടം ആരും കാണുന്നില്ലല്ലോ ഈശ്വര. മോളെ, എന്താച്ചാ? മോള് വിഷമിക്കരുത്. അച്ഛൻ ആലോചിച്ച് വേണ്ടത് ചെയ്യാം. അത് മതി, അച്ഛൻ ആലോചിച്ച് ചെയ്താൽ മതി. പക്ഷേ ഒരു തീരുമാനം എടുക്കുമ്പോ അച്ഛൻ മറ്റുള്ളവരും കൂടെ പരിഗണിക്കണം. അത്രേ ഉള്ളൂ. ഇപ്പൊ കിളവന്റെ മനസ്സിൽ കാര്യം കത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നഷ്ടത്തിന്റെ കണക്കൊന്നും ഇപ്പൊ ഞങ്ങൾ നോക്കിയിട്ടില്ല. തൊഴിലാളികൾക്ക് വേണ്ടതെല്ലാം ഞങ്ങൾ ചെയ്യും. ഇല്ല, അങ്ങനൊരു പ്രശ്നം ഇപ്പൊ ഇല്ല. നിങ്ങൾ കേട്ട വാർത്ത തെറ്റാണ്. ശരി, ഞാൻ വിളിക്കാം. ഞാൻ നിങ്ങളെ എല്ലാവരെയും കൂടി വിളിപ്പിച്ചത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ. എല്ലാവർക്കും പല അഭിപ്രായങ്ങളുണ്ടാവും. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും അനുയോജ്യമായ തീരുമാനമെടുത്തേ പറ്റൂ.
വളകാപ്പ് ചടങ്ങ് ഒന്നുകൂടി ആലോചിച്ചിട്ട് നടത്തിയാൽ മതി എന്നാ എന്റെ തീരുമാനം. നിങ്ങൾക്കെല്ലാം വിഷമമുണ്ടാവുമെന്ന് എനിക്കറിയാം. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം നിങ്ങളും കൂടി മനസ്സിലാക്കണം. നമ്മുടെ 3 തൊഴിലാളികൾ തീപിടുത്തത്തിൽ മരിച്ചു. 15ഓളം പേര് പൊള്ളലേറ്റ് ആശുപത്രിയിലാ. ഈ സാഹചര്യത്തിൽ ഇങ്ങനൊരു ആഘോഷം നമ്മുടെ വീട്ടിൽ നടത്തുന്നത് ശരിയാണോ? അച്ഛന്റെ അഭിപ്രായം തന്നെ എനിക്കും. നമ്മുടെ ഫാക്ടറിയിലെ തീപിടുത്തത്തിൽ വെന്തു മരിച്ച തൊഴിലാളികളുടെ ശവസംസ്കാരം നടത്തുന്നതിന് മുമ്പ് നമ്മുടെ വീട്ടിൽ ഇങ്ങനൊരു ചടങ്ങ് നടക്കുന്നുവെന്ന് പത്രക്കാരെങ്ങാനും അറിഞ്ഞാ പിന്നെ അത് മതി നാണംകിട. വളകാപ്പ് ചടങ്ങ് നടത്തേണ്ട സമയത്ത് നടത്തിയില്ലെങ്കിൽ പിന്നെ അത് എപ്പോഴാണ് നടത്തുക? തീപിടുത്തം ഉണ്ടായി തൊഴിലാളികൾ മരിച്ചതിൽ നമുക്കെല്ലാം സങ്കടമുണ്ട്. പക്ഷേ ആചാരപ്രകാരം നടത്തേണ്ട ചടങ്ങുകളൊക്കെ നടത്തേണ്ടേ? അച്ഛൻ പറഞ്ഞ കാര്യം ശരിയാ. പക്ഷേ ഇത് നമ്മള് നേരത്തെ തീരുമാനിച്ച കാര്യമല്ലേ? ഈ ചടങ്ങ് ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോ നടത്താനാ? എന്തായാലും ചടങ്ങ് നടത്താതിരിക്കാൻ പറ്റില്ല. അതിന് വലുതാകണോ ചെറുതാകണോ എന്ന് നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം. ഇത്രയും കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടും സച്ചിക്ക് എന്താ അതിന്റെ സീരിയസ്നെസ് മനസ്സിലാവാത്തെ? സീരിയസ്നെസ് അറിയാഞ്ഞിട്ടല്ല. ഇപ്പോഴത്തെ സന്ദർഭം ആഘോഷപൂർവ്വം ഒരു ചടങ്ങ് നടത്താൻ അനുകൂലമല്ലെന്ന് എനിക്കും അറിയാം. പക്ഷേ പേരിനെങ്കിലും ഒരു ചടങ്ങ് നടത്തിയേ പറ്റൂ. അർച്ചനയുടെ അച്ഛനും അമ്മയ്ക്കും ഞാൻ വാക്ക് കൊടുത്തതാ. ഈ ചടങ്ങ് നടക്കാതിരുന്ന എല്ലാവർക്കും വിഷമമുണ്ടാവും. പക്ഷേ സാഹചര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണ്ടേ? ഇനിയിപ്പോ എന്തായാലും ആലോചിച്ചൊരു തീരുമാനം എടുത്താൽ മതി. ഇതിലിനി വലിയ ആലോചനയുടെ ഒന്നും ആവശ്യമില്ല. നടത്താൻ തീരുമാനിച്ച ചടങ്ങ് നടത്തിയേ പറ്റൂ. അതിൽ നിന്നും പിന്നോട്ട് പോകാൻ പറ്റില്ല.